നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയെ ഇന്നറിയാം. സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് CPIM നാളെ നിർണായക യോഗം ചേരും. അതേസമയം മത്സരിക്കണമോ വേണ്ടയോ എന്ന ചർച്ചയിലാണ് BJP. സീറ്റ് നിലനിർത്തുക എന്നത് CPIM-ന് അനിവാര്യം. കോൺഗ്രസിന് നിലമ്പൂർ സെമി ഫൈനൽ. രാഷ്ട്രീയ ഭാവിക്ക് PV അൻവറിന് UDF ജയിച്ചു കയറണം. ഈ സമവാക്യങ്ങൾക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് രണ്ട് മുന്നണികളും കളത്തിലിറക്കുക. ഉപതെരഞ്ഞെടുപ്പിൽ നേരത്തെ സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്ന കോൺഗ്രസ് ഇക്കുറിയും പതിവ് തെറ്റിക്കാനിടയില്ല. ആര്യാടൻ ഷൗക്കത്തും VS ജോയുമാണ് പരിഗണനയിലുള്ള പേരുകൾ. തർക്കങ്ങൾ പരിഹരിച്ച് അന്തിമ തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാകും. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്ന് ഞായറാഴ്ച എന്നൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. സാധാരണ നമ്മൾ 24 മണിക്കൂറിനാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കണം. അതിന് യാതൊരു വിധത്തിലുള്ള കാലതാമസം ഉണ്ടാവില്ല. നമുക്കൊരു പ്രൊസീജിയറുണ്ട്. കാരണം എല്ലാ നേതാക്കന്മാരുമായിട്ട് ബന്ധപ്പെടണം. പ്രദേശ ഇലക്ഷൻ കമ്മിറ്റി അംഗങ്ങളുമായി സംസാരിക്കണം. അപ്പോൾ ഞാനും KPCC പ്രസിഡൻറ്റും ആ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ ഞങ്ങൾ അതിൻ്റെ അകത്തൊരു തീരുമാനം ആയി കഴിയുമ്പോൾ ആ തീരുമാനം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി അറിയിക്കും. ഞങ്ങളുടെ പ്രപ്പോസൽ തീരുമാനം പ്രഖ്യാപിക്കേണ്ടത് കോൺഗ്രസ് പ്രസിഡന്റാണ്. തിരക്കിട്ട തീരുമാനത്തിലേക്ക് പോകാതെ വിജയം ലക്ഷ്യമാക്കി അതിന് തക്ക സ്ഥാനാർത്ഥിയാണ് CPIM ലക്ഷ്യമിടുന്നത്. നിർണായക CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെ യോഗം ചേരും. കോൺഗ്രസ് ആധിപത്യത്തിന് 2011 സ്വതന്ത്രനായി മത്സരിച്ച് വിള്ളലുണ്ടാക്കിയ പ്രൊഫസർ തോമസ് മാത്യുവും DYFI ജില്ലാ പ്രസിഡന്റ് P ഷബീറും CPIM-ന്റെ പരിഗണനയിലുണ്ട്. 3 ദിവസത്തിനകം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് CPIM. BJP ആണെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമോ എന്ന പതിവില്ലാത്ത ആശയക്കുഴപ്പത്തിലാണ്. തീരുമാനം കേന്ദ്ര നേതൃത്വത്തിന് വിട്ട് കാത്തിരിക്കുകയാണ് സംസ്ഥാന നേതൃത്വം. ന്യൂസ് മലയാളം, മലപ്പുറം.